നമസ്കാരം. ഈ മണിക്കുള്ള പ്രധാന വാർത്തകൾ. നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട അതിജീവിത. സർക്കാർ ഉടൻ അപ്പീൽ നൽകുമെന്നും ഗൂഢാലോചന തെളിയിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. കേരള ജനത ഒപ്പമുണ്ടെന്നും പിണറായി വിജയൻ. മസാല ബോണ്ടിൽ കിഫ്ബിക്ക് താൽക്കാലിക ആശ്വാസം. ED നോട്ടീസ് 3 മാസത്തേക്ക് സ്റ്റേ ചെയ്ത് ഹൈക്കോടതി. നടപടി കിഫ്ബിയുടെ അപ്പീലിൽ. വിധിയിൽ സന്തോഷമെന്നും ഇവിടെ ആർക്കും EDയെ പേടിയില്ലെന്നും മുൻമന്ത്രി തോമസ് ഐസക്. കണ്ണൂർ പിണറായിയിൽ സ്ഫോടനം. CPM പ്രവർത്തകന്റെ കൈപ്പത്തി ചിതറി. അന്വേഷണം തുടങ്ങി പോലീസ്. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ആക്രമണം നടത്തിയ പ്രതികൾക്ക് ഇന്ത്യൻ ബന്ധമെന്ന് റിപ്പോർട്ട്. വെടിവയ്പിൽ കൊല്ലപ്പെട്ട സജിത് അക്രം ഫിലിപ്പീൻസിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്തുവെന്ന് അന്തർദേശീയ മാധ്യമം. ഹൈദരാബാദ് സ്വദേശിയായ സജിത് ഓസ്ട്രേലിയയിലെത്തിയത് വിദ്യാർത്ഥി വിസയിൽ. സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾക്ക് ആശ്വാസം. ആശുപത്രികൾ ചികിത്സാ നിരക്ക് പ്രദർശിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് തൽക്കാലം നടപ്പിലാക്കേണ്ടെന്ന് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാരിനും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിനും നോട്ടീസ്. IPL ചരിത്രത്തിലെ ഏറ്റവും വിലയേറിയ വിദേശ താരമായ കാമറൂൺ ഗ്രീൻ. കൊൽക്കത്ത ഗ്രീനിനെ സ്വന്തമാക്കിയത് 25,20,00,000 രൂപയ്ക്ക്. 18 കോടി രൂപയ്ക്ക് ശ്രീലങ്കൻ പേസർ മതീഷ പതിരണയും. കൊൽക്കത്തയിൽ അണ്ടർ-19 ഏഷ്യ കപ്പിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് നേട്ടവുമായി അഭിഗ്യാൻ കുണ്ടു. മലേഷ്യക്കെതിരായ മത്സരത്തിൽ അഭിഗ്യാൻ നേടിയത് 125 പന്തിൽ 209 റൺസ്. നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യമന്ത്രിയെ അതിജീവിത നേരിട്ട് കണ്ടു. ക്ലിഫ് ഹൗസിൽ എത്തിയാണ് കൂടിക്കാഴ്ച. കേരള ജനത ഒപ്പമുണ്ട് എന്ന ഉറപ്പ് മുഖ്യമന്ത്രി അതിജീവിതയ്ക്ക് നൽകി. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൺഫിലിറ്റ്, നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി വിധി വന്നതിന് പിന്നാലെ ഈ നടിക്ക് പൂർണ്ണമായും ഒരു നീതി ലഭിച്ചില്ല എന്നതടക്കമുള്ള അങ്ങനെയൊരു തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ പലയിടത്തു നിന്നും നമ്മുടെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ആ സാഹചര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുത്ത് നമ്മൾ നടിയുടെ കുറിപ്പും കണ്ടതാണ്. അവൾക്ക് എന്താണ് സംഭവിച്ചത്? ഈ ഒരു സാഹചര്യത്തിൽ ഒരു സർക്കാർ മൊത്തം അവളോടൊപ്പമുണ്ട്. ആ ഒരു ആത്മവിശ്വാസം മുന്നോട്ട് നയിക്കാൻ നടിയെ പ്രേരിപ്പിക്കുന്നതിൽ സർക്കാർ മുന്നോട്ട് ഒപ്പം ഉണ്ട് എന്ന് പറയുന്ന അതിനെ ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അതിജീവിതയെ നേരിട്ട് കണ്ട് നൽകിയിരിക്കുന്ന ഈ ഒരു ഉറപ്പ്. കേരള സർക്കാർ സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്നിലും മുഖ്യാതിഥിയായി നടി എത്തിയിരുന്നു. തിരുവനന്തപുരം ഹയാത്ത് റീജൻസിയിലാണ് വിരുന്ന് സംഘടിപ്പിച്ചത്. മുഖ്യമന്ത്രി ഒരുക്കിയ വിരുന്നിലായിരുന്നു നടിയെത്തിയത്. സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, മതമേലധ്യക്ഷന്മാർ, പൗരപ്രമുഖർ തുടങ്ങിയവർ വിരുന്നിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രി പതിവായി ക്രിസ്മസ് പുതുവത്സര വിരുന്ന് നടത്താറുണ്ട്. അതിഥികൾക്കൊപ്പം മുഖ്യമന്ത്രി കേക്ക് മുറിച്ച് പങ്കിട്ടുകൊണ്ടാണ് വിരുന്ന് തുടങ്ങിയത്. അൺഫിലിറ്റിലേക്ക് മടങ്ങിയെത്താൻ മറ്റൊരു റിപ്പോർട്ട് നോക്കാം. കിഫ്ബി മസാല ബോണ്ട് കേസിലെ ED നോട്ടീസിൽ തുടർ നടപടികൾ സ്റ്റേ ചെയ്ത ഹൈക്കോടതി. കിഫ്ബിയുടെ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. EDക്ക് ഹൈക്കോടതി നോട്ടീസ് നൽകി. 3 മാസത്തേക്കാണ് ഹൈക്കോടതിയുടെ സ്റ്റേ. ED നൽകിയ നോട്ടീസിനെതിരെ കിഫ്ബിയുടെ ഹർജിയിലാണ് ഹൈക്കോടതി EDയുടെ നടപടി 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തത്. കിഫ്ബി വിദേശ ഫണ്ട് വിനിമയം നടത്തിയെന്നും ഫെമ നിയമത്തിന്റെ ലംഘനം നടത്തിയെന്നും ഫണ്ട് ഉപയോഗിച്ച് റിയൽ എസ്റ്റേറ്റ് പരിപാടി നടത്തിയെന്നുമൊക്കെയാണ് ഗുരുതരമായ ആരോപണം ED ഉന്നയിച്ചിരുന്നത്. എന്നാൽ EDയുടെ നടപടി നിയമപരമല്ലെന്നും ചട്ടപ്രകാരമുള്ള നോട്ടീസ് അല്ല നൽകിയതെന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. സർക്കാർ വികസന പ്രവർത്തനങ്ങൾക്കാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളതെന്നും യാതൊരു കാരണവശാലും EDയുടെ ആരോപണം ശരിയല്ലെന്നുമായിരുന്നു സംസ്ഥാന സർക്കാർ വാദിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചത്. EDയുടെ നോട്ടീസിന്റെ തുടർ നടപടി റദ്ദാക്കണമെന്നായിരുന്നു ആവശ്യം. അതിൽ താൽക്കാലികമായ സ്റ്റേ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം പരിഗണിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ EDയുടെ നോട്ടീസിന്റെ തുടർ നടപടി 3 മാസത്തേക്ക് സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഹർജിയിൽ വിശദമായ വാദം കേട്ട ശേഷം കോടതി അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കും. അമൃത ന്യൂസ്,
കൊച്ചി. കിഫ്ബി മസാല ബോണ്ടിലെ ഹൈക്കോടതി വിധിയിൽ സന്തോഷമെന്ന മുൻമന്ത്രി തോമസ് ഐസക് കോടതിയെ ബഹുമാനിക്കുന്നുവെന്നും കോടതി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് എന്തിനാണ് തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് എന്നതുപോലും ഇഡിക്ക് മറുപടി നൽകാൻ സാധിച്ചില്ല. ഇവിടെ ആർക്കും ഇഡിയെ പേടിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എന്തിനു വേണ്ടിയാണ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നതെന്ന് പറയാൻ ഇഡിക്ക് കഴിഞ്ഞില്ല. ഞങ്ങളെ സാക്ഷിയായിട്ട് റിസർവ് ബാങ്കിനെ വിളിച്ചു. റിസർവ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നൽകി. അതിലും ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തായിട്ട് റിസർവ് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഇല്ല. അപ്പോൾ ഇതാണ് കോടതിയിലെ നില. അങ്ങനെ ഇരിക്കെ ഒരു തീർപ്പുണ്ടാക്കി, ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ അവസാനിച്ചു, നിങ്ങൾ ഹാജരാവണ്ട, ഇനി ഞങ്ങളുടെ അഡ്ജുഡിക്കേറ്ററുടെ മുന്നിൽ വന്ന് വിശദീകരണം നൽകണം എന്നും പറഞ്ഞൊരു ചാർജ് ഷീറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരായിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നീതി ലഭിച്ചെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ബാക്കി ഇനി കോടതി തന്നെ വിധിക്കട്ടെ എന്താന്നുള്ളത്. ഏതായാലും ഒരു കാര്യം ഇഡിയോട് പറയാം, നിങ്ങളെ പേടിയില്ല കേട്ടോ. അങ്ങനെ അങ്ങ് വരട്ടാനൊന്നും നോക്കണ്ട. ഇവിടെ ആർക്കും നിങ്ങളെ പേടിയില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇനി കാര്യങ്ങൾ കൂടുതൽ വിശദമായി പരിശോധിച്ച് ഫൈനൽ തീർപ്പ് തരട്ടെ. കണ്ണൂരിൽ സ്ഫോടനത്തിൽ CPM പ്രവർത്തകന് ഗുരുതര പരിക്ക്. CPM പ്രവർത്തകൻ വിപിൻ രാജിനാണ് പരിക്കേറ്റത്. കൈപ്പത്തി അറ്റുപോയ ഇയാളെ കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിണറായി വെണ്ടുട്ടായി കനാൽക്കരയിലാണ് സ്ഫോടനമുണ്ടായത്. ഓലപ്പടക്കം പൊട്ടിയതെന്നാണ് വിപിന്റെ മൊഴി. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ആക്രമണം നടത്തിയ പ്രതികൾക്ക് ഇന്ത്യൻ ബന്ധമെന്ന് റിപ്പോർട്ട്. വെടിവയ്പിൽ കൊല്ലപ്പെട്ട 50-കാരനായ സജിത് അക്രം ഫിലിപ്പീൻസിലേക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്തുവെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹൈദരാബാദിലാണ് ഇയാൾ BCom പൂർത്തിയാക്കിയതെന്നും യൂറോപ്യൻ വംശജയായ സ്ത്രീയെ വിവാഹം കഴിച്ച ശേഷം 1998 നവംബറിൽ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുകയായിരുന്നുവെന്നും തെലങ്കാന DGP പറഞ്ഞു. വിദ്യാർത്ഥി വിസയിലാണ് ഇയാൾ ഓസ്ട്രേലിയയിലെത്തിയതെന്നും സൂചനയുണ്ട്. നവംബർ 1 സിഡ്നിയിൽ നിന്ന് സാജിദ് അക്രമും മകൻ നവീദ് അക്രമും ഫിലിപ്പൈൻസ് സന്ദർശിച്ചത്. പ്രതികൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉപയോഗിച്ചാണ് ഫിലിപ്പീൻസ് സന്ദർശിച്ചത് എന്നാണ് റിപ്പോർട്ട്. ആശുപത്രി ചികിത്സാ നിരക്കുകൾ പ്രദർശിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവ് തൽക്കാലം നടപ്പിലാക്കേണ്ടെന്ന് സുപ്രീം കോടതി. കേന്ദ്ര സർക്കാരിനും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിനും നോട്ടീസ് അയച്ചു. പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനായിരുന്നു ഹർജി നൽകിയത്. കേസ് ഫെബ്രുവരി 3 വീണ്ടും പരിഗണിക്കും. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥലത്തില്ലാത്തതിൽ വിശദീകരണവുമായി ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർപേഴ്സൺ കുക്കു പരമേശ്വരൻ. എല്ലാ സമയവും അദ്ദേഹം ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടായെന്നും ചലച്ചിത്രമേളയുടെ സമാപന ദിവസം അദ്ദേഹം എത്തുമെന്നും കുക്കു പരമേശ്വരൻ പറഞ്ഞു. ചെയർമാൻ ഈസ് വിത്ത് അസ്. ഈ ചെയർമാൻ ആയതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനൊരു പ്രഖ്യാപനം ഉണ്ടായതും അതുകൊണ്ടാണ്. അദ്ദേഹം എവറി സെക്കൻഡ് വിത്ത് അസ്. അദ്ദേഹമാണ് പകുതിയിലേറെ സിനിമയ്ക്കുള്ള പെർമിഷൻ നേടിത്തന്നതും. അദ്ദേഹത്തിന്റെ അസാന്നിധ്യം നിങ്ങൾക്ക് തോന്നുന്ന ഇൻ പ്രസൻസ് ആണ്. ബട്ട് ഇൻ എവറി സെക്കൻഡ് ഹി നോസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. എക്സ്ട്രോർഡിനറി ചെയർമാൻ ആണ് ഇത്തവണ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഫിസിക്കൽ അബ്സെൻസ് നിങ്ങൾക്ക് തോന്നും, പക്ഷെ അസ് ഫീൽ ഹിസ് പ്രസൻസ് ഇസ് ദേർ. എല്ലാ സിനിമകളും IFFKയിൽ കാണിക്കുമെന്ന നടൻ സന്തോഷ് കീഴാറ്റൂർ. വിലക്കിയ സിനിമകൾ പ്രദർശിപ്പിക്കുമെന്നും സിനിമാ പ്രേമികൾക്ക് ആശങ്ക വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴത്തെ തീരുമാനം സിനിമകൾ കാണിക്കുക എന്നതാണ്. സിനിമകൾ റീഷെഡ്യൂൾ ചെയ്യും, അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടാകും. സഹകരിക്കണമെന്നും സർക്കാരിൻ്റെ ചരിത്ര തീരുമാനമാണ് ഇതെന്നും സന്തോഷ് കീഴാറ്റൂർ പറഞ്ഞു. അക്കാദമി ഈ 30ാമത് IFFKയിൽ ഷെഡ്യൂൾ ചെയ്ത എല്ലാ സിനിമകളും ഈ 30ാമത് IFFKയിൽ കാണിക്കാൻ കേരള സർക്കാരും ചലച്ചിത്ര അക്കാദമിയും തീരുമാനമെടുത്തിരിക്കുന്ന സന്തോഷകരമായ ഒരു വാർത്തയാണ് നിങ്ങളെ അറിയിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ സ്ക്രീനിങ്ങിൽ റീഷെഡ്യൂൾ ചെയ്യുമ്പോണ്ടാവുന്ന ചെറിയ പ്രയാസങ്ങളുണ്ടാകാം. അത് നമുക്കതെങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. അല്ലാതെ പറഞ്ഞിരിക്കുന്ന എല്ലാ സിനിമകളും ഈ ഫെസ്റ്റിവലിൽ കാണിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സിനിമാ പ്രേമികളും ഒരു തരത്തിലും ഒരാശങ്കയും വേണ്ട. വളരെ സുഗമമായി IFFK 30ാമത് എഡിഷൻ ഇവിടെ പര്യവസാനിക്കും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം.
കേന്ദ്രം വിലക്കിയ എല്ലാ ചിത്രങ്ങളും IFFKയിൽ പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മുൻ നിശ്ചയപ്രകാരമുള്ള മുഴുവൻ ചിത്രങ്ങളും പ്രദർശിപ്പിക്കണമെന്ന് ചലച്ചിത്ര അക്കാദമിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, 15 ചിത്രങ്ങൾക്കാണ് ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിൻ്റെ അനുമതി വേണ്ടിയിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ സിനിമകളെല്ലാം പ്രദർശിപ്പിക്കാൻ റീഷെഡ്യൂൾ ചെയ്ത് പ്രദർശിപ്പിക്കാൻ ഉള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും സിനിമാ പ്രേമികളെ അങ്ങേയറ്റം ആഹ്ലാദിപ്പിക്കുന്ന ഒരു തീരുമാനം തന്നെയല്ലേ? തീർച്ചയായിട്ടും സ്വപ്ന, ഈ രാജ്യത്തെ വൈവിധ്യമാർന്ന സിനിമകളെയും ഇത്തരത്തിൽ വിഭിന്നമായിട്ടുള്ള സ്വരങ്ങളെയും അടിച്ചമർത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പ്രതികരണം വരുന്നത്. ആ സമയത്താണ് ഇത്തരത്തിൽ സജി ചെറിയാന്റെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ വരുന്നത്. അതായത് 19 ചിത്രങ്ങൾക്കാണ് ഇത്തരത്തിൽ കേന്ദ്രത്തിന്റെ അനുമതി ലഭിക്കേണ്ടിയിരുന്നത്. അതായത് 4 ചിത്രങ്ങൾക്ക് പിന്നീട് അനുമതി നൽകിയിരുന്നു. അതിനുശേഷം സ്വപ്ന സൂചിപ്പിച്ചതുപോലെ 15 ചിത്രങ്ങൾക്ക് കൂടിയാണ് അനുമതി ലഭിക്കേണ്ടിയിരുന്നത്. നമുക്കറിയാം, ഈ കേരള രാജ്യാന്തര ചലച്ചിത്ര മേള കാണാൻ എത്തുന്നവർ ലോകമെമ്പാടുമുള്ള വിഭിന്നമായിട്ടുള്ള ചലച്ചിത്ര വൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ കൂടി എത്തുന്നവരാണ്. അത്തരത്തിലുള്ള സിനിമാ പ്രേമികൾക്ക് വളരെയധികം നിരാശ നൽകുന്നതായിരുന്നു ഇത്തരത്തിൽ ഈ മുൻപ് ഷെഡ്യൂൾ ചെയ്ത ഈ സിനിമകൾ മാറ്റുന്നത്. എന്തായാലും അതിലാണ് ആശ്വാസകരമായിട്ടുള്ളൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. പണ്ട് കൊൽക്കത്തയിലെ മേളയിലും ഇത്തരത്തിൽ സമാനമായിട്ടുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. അന്ന് മമതാ ബാനർജി ഇത്തരത്തിൽ ഈ ചലച്ചിത്രങ്ങൾ കേന്ദ്ര അനുമതി നിഷേധിച്ച ചലച്ചിത്രങ്ങൾ ഇത്തരത്തിൽ ഈ പ്രദർശിപ്പിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അതിന് സമാനമായ രീതിയിലുള്ള നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും സ്വീകരിക്കുന്നത്. എന്തായാലും ഇത് ചലച്ചിത്ര പ്രേമികൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു നിലപാടാണ്. സ്വപ്ന. ദേവികയാണ് വിവരങ്ങളുമായി ചേർന്നത്. ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്ത് എത്തിച്ച കേസിൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരം ബ്ലെസ്ലി അറസ്റ്റിൽ. കാക്കൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് പരാതിയിലാണ് ബ്ലെസ്ലി കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജൂണിൽ കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ നിരവധി പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും വലിയ തട്ടിപ്പാണ് നടക്കുന്നതെന്നും അന്വേഷണ സംഘം അറിയിച്ചു. 8 പേർ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട്. കോടഞ്ചേരി, താമരശ്ശേരി പരിധിയിലും സമാന പരാതിയിൽ തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഉപയോഗിച്ച പേ വിഷബാധ പ്രതിരോധ വാക്സിനുകൾക്ക് തകരാറില്ലെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ രാജ്യസഭയിൽ. ചികിത്സ തേടുന്നതിലെ കാലതാമസവും മുറിവ് വൃത്തിയാക്കുന്നതിലെ വീഴ്ചയുമാണ് പ്രശ്നം. മരിച്ചവരിൽ ഭൂരിഭാഗം പേരും ഒന്നുകിൽ വാക്സിൻ എടുത്തിട്ടില്ല അല്ലെങ്കിൽ കോഴ്സ് പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് കേന്ദ്ര അന്വേഷണത്തിൽ കണ്ടെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ज्यादातर प्रदेशों में अब 60% आएगा, इसको घटाया गया है. ओके सर, इससे प्रदेशों की अर्थव्यवस्था पर बहुत भार होगी और खास तौर से ये वे प्रदेश जिनकी अर्थव्यवस्था पहले से ही केंद्र की ओर से GST के बकाये के इंतजार में है. ओके माननीय सदस्य. सर, इस विधेयक द्वारा केंद्र का नियंत्रण बढ़ाया जा रहा है और जिम्मेदारी घटाई जा रही है. सर, जो 100 दिन का अधिकार आपने 125 करने की बात की है, लेकिन इसमें वेतन की बढ़ोतरी, आपकी जो मजदूरी की बढ़ोतरी है, इसकी कोई बात नहीं है. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരും ഘടനയും മാറ്റുന്ന ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. വികസിത് ഭാരത് ജി എന്നാണ് തൊഴിലുറപ്പ് പദ്ധതി ഇനി അറിയപ്പെടുക. പ്രതിപക്ഷ പ്രതിഷേധം മറികടന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ബിൽ അവതരിപ്പിച്ചത്. നിലവിലുള്ള പദ്ധതിയെ 4ആയി തിരിച്ചാണ് പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പുതിയ ബില്ലിലൂടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിക്കും. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയരും. പേര് മാറ്റുന്നത് രാഷ്ട്രപിതാവിനെ അപമാനിക്കുന്നതിന് തുല്യമെന്ന് പ്രതിപക്ഷം പറഞ്ഞു. മഹാത്മാഗാന്ധി തന്റെ കുടുംബത്തിന്റെ മാത്രം സ്വത്തല്ലെന്നും രാജ്യത്തിന്റെ ആകെയാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുന്നതാണ് ഭേദഗതിയെന്ന് NK പ്രേമചന്ദ്രനും ഫെഡറൽ സംവിധാനങ്ങളെ തകർക്കുന്നതാണ് ബില്ലിലെ വ്യവസ്ഥകളെന്ന് ശശി തരൂർ MPയും പാർലമെന്റിൽ വ്യക്തമാക്കി. सर, इससे प्रदेशों की अर्थव्यवस्था पर बहुत भार होगी और खास तौर से ये वे प्रदेश जिनकी अर्थव्यवस्था पहले से ही केंद्र की ओर से GST के बकाये के इंतजार में है. ओके माननीय सदस्य. सर, इस विधेयक द्वारा केंद्र का नियंत्रण बढ़ाया जा रहा है और जिम्मेदारी घटाई जा रही है. जो महात्मा गांधी कहते थे, एक स्वयंपूर्ण गांव, एक स्वावलंबी गांव, एक विकसित गांव का निर्माण, इसका प्रावधान इसमें किया गया है. और केवल प्रावधान नहीं, माननीय अध्यक्ष महोदय
इस पर 95,000 करोड़ रुपए से ज्यादा की राशि अभी खर्च करने का काम करेगी। और I would like to first read regarding the name of the scheme. Sir, kindly go through Article 51A. That is fundamental duties of a citizen. Sir, it shall be the duty of every citizen of India to abide by the Constitution and respect its ideals and institutions, the national flag and the national anthem. Sir, clause B of Article 50. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് തദ്ദേശമന്ത്രി എം പി രാജേഷ്. 40% ചെലവ് സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുക വഴി കേരളത്തിന് ഒരു വർഷം 1,600 കോടിയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നും ഈ ബില്ലിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പദ്ധതിയുടെ ഫണ്ടിംഗ് പാറ്റേണിലെ മാറ്റമാണ് കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ ഏറ്റവും അധികം ബാധിക്കുന്നതെന്നും കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരാണ് ഈ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കോടിക്കണക്കിന് മനുഷ്യരുടെ ഉപജീവനത്തിന് നേരെയുള്ള യുദ്ധമാണ് മോദി ഗവൺമെന്റ് ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. ക്രൂരമായ ഒരാക്രമണം സാധാരണ മനുഷ്യരുടെ ജീവിതത്തിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവർ നടത്തുകയാണ്. 40% ഇനി മുതൽ സംസ്ഥാനങ്ങൾ വഹിക്കണമെന്നാണ്. നിലവിൽ മുഴുവൻ കേന്ദ്ര ഫണ്ടിംഗ് ആണ്. നിയമം അങ്ങനെയാണ്. 2004 പാസാക്കിയ നിയമം അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിന് ശരാശരി 4,000 കോടിയാണ് ഒരു വർഷം കിട്ടുന്നത്. ശരാശരി 40% വഹിക്കണം എന്ന് പറയുമ്പോൾ 1,600 കോടി രൂപ ഓരോ വർഷവും സംസ്ഥാനത്തിന്റെ ബാധ്യതയായിട്ട് അടിച്ചേൽപ്പിക്കപ്പെടുകയാണ്. ഇപ്പൊ പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം കേന്ദ്രം പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വമുള്ളൊരു പദ്ധതി ഏതാണ്ട് പകുതി ഇപ്പൊ സംസ്ഥാനത്തിന്റെ തലയിൽ വെച്ചു കിട്ടിയിരിക്കുന്നു. ആശാ അങ്കണവാടി വർക്കർമാരുടെ ദുരിതങ്ങൾ രാജ്യസഭയിൽ ഉന്നയിച്ച സോണിയാഗാന്ധി ആശാവർക്കർമാർ രാജ്യത്ത് അനുഭവിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുകളെന്നും അവർക്ക് ലഭിക്കുന്നത് കുറഞ്ഞ സാമൂഹ്യ സുരക്ഷയെന്നും സോണിയാഗാന്ധി പറഞ്ഞു. അംഗൻവാടി വർക്കർമാരുടെ എണ്ണം ഇരട്ടിയാക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനായി സംസ്ഥാനങ്ങളുമായി ചേർന്ന് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കണമെന്നും സോണിയാഗാന്ധി കൂട്ടിച്ചേർത്തു. I rise to draw the urgent attention of this House to the continued distress of women workers implementing critical government programs. ASHA workers, Anganwadi workers and helpers, and the community resource persons under the National Rural Livelihood Mission. Sir, these initiatives. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വൻ തകർച്ച. $1 91 രൂപ കടന്നു. $1 91 രൂപ 5 പൈസ എന്ന നിലയിലാണ് ഇപ്പോൾ വിനിമയം നടക്കുന്നത്. ഇതുവരെ 31 പൈസയാണ് ഇന്ന് മാത്രം മൂല്യമിടിഞ്ഞത്. ഡോളറിനുള്ള ഉയർന്ന ഡിമാൻഡ്, ഇന്ത്യ-US വ്യാപാര കരാറിലെ കാലതാമസം, വിദേശ നിക്ഷേപകരുടെ വിറ്റഴിക്കൽ എന്നിവയാണ് ഇടിവിനുള്ള പ്രധാന കാരണങ്ങൾ. പ്രാദേശിക ഓഹരികളും ബോണ്ടുകളും വിദേശ നിക്ഷേപകർ വ്യാപകമായി വിറ്റഴിക്കുന്നതും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. തീരുവ വിഷയത്തിനു ശേഷം ഇതിനോടകം $1,800 കോടി വിറ്റഴിക്കൽ വിദേശ നിക്ഷേപകർ നടത്തിയെന്നതാണ് കണക്ക്. സെൻസെക്സ് 480 പോയിന്റ് വരെ ഇടിഞ്ഞു. നിഫ്റ്റിയുടെ എല്ലാ സെക്ടറുകളും ഇന്ന് നഷ്ടത്തിലാണ്. നിഫ്റ്റി IT 1% ഇടിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് കോതിയിൽ മാലിന്യ സംസ്കരണ കേന്ദ്രം സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്തവരുടെ കേസിന്റെ വിചാരണ അടുത്ത വർഷം ഫെബ്രുവരി 18 നീട്ടി. വയോധികരായ സ്ത്രീകൾ ഉൾപ്പെടെ 41 പേരാണ് കോഴിക്കോട് കോടതിയിലെത്തിയത്. സമരത്തിന് കുട്ടികളെ കൂട്ടിയതിന് പോക്സോ വകുപ്പും ചുമത്തിയിരുന്നു. കോഴിക്കോട്ടെ തീരദേശ മേഖലയോട് ചേർന്നാണ് കോതി പ്രദേശം. അമൃത് പദ്ധതിയിൽ വരുന്ന മാലിന്യ സംസ്കരണ കേന്ദ്രം കോതിയിൽ സ്ഥാപിക്കാനൊരുങ്ങിയ കോർപ്പറേഷൻ അധികൃതരുടെ നടപടിക്കെതിരെ പ്രദേശവാസികൾ ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങിയിരുന്നു. സമരത്തിനിറങ്ങിയ 41 പേർക്കെതിരെ പോക്സോ ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു. ഈ കേസിന്റെ വിചാരണയാണിപ്പോൾ കോഴിക്കോട് ജില്ലാ കോടതിയിൽ നടക്കുന്നത്. നമ്മളറിയാത്ത കുറേ സംഗതികളൊക്കെ എഴുതിയിട്ട് നമ്മളൊന്ന് രാവിലെ 9 മണിക്ക് കൊണ്ടിട്ടിട്ട് രാത്രി 12 മണിക്ക് കഴിച്ചിലാകുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും നമ്മൾ സഹിക്കേണ്ടി വന്നിക്കണ്. ഇപ്പോഴും വീട്ടിൽ നിന്നും നടക്കാൻ വരെ പറ്റാത്ത രീതിയിലാണ്. ജനസാന്ദ്രതയേറിയ പ്രദേശത്ത് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെതിരെ നാട്ടുകാരായിരുന്നു സമരം നടത്തിയത്. നമ്മുടെ നാട്ടിന് അങ്ങനത്തെ ഒരു പ്ലാന്റ് വരണ്ട വിചാരിച്ചിട്ട് നമ്മളതിന് സമരം എന്ന് പറയാനില്ല, നമ്മളതിന് പ്രതിഷേധിക്കാൻ വേണ്ടി മാത്രം ഒത്തുകൂടിയ നമ്മളെ അതിലും 50-60 വയസ്സുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ പിടിച്ചു കൊണ്ടുപോയി. എന്നാൽ സമരത്തിന് തീവ്രവാദി സ്വഭാവമുള്ള സംഘടനകളുടെ പിന്തുണയുണ്ടെന്ന് CPM അന്ന് ആരോപിച്ചിരുന്നു. കേസിൽ പ്രതികളായ വയോധികരുൾപ്പെടെ 2 വർഷമായി കോടതി കയറി ഇറങ്ങുകയാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്.
തിരുവനന്തപുരത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച UDF സ്ഥാനാർത്ഥി മരിച്ചു. അരുവിക്കര ഗ്രാമപഞ്ചായത്തിലെ മണമ്പൂർ വാർഡിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന വിജയകുമാരൻ നായരാണ് ആത്മഹത്യ ചെയ്തത്. തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ മനോവിഷമത്തിലാണ് ആത്മഹത്യ ചെയ്തത്. ശനിയാഴ്ച റിസൾട്ട് വന്ന ശേഷം ഉച്ചയോടെയാണ് വീടിന്റെ പിറകുവശത്തെ പേരമരത്തിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തിരഞ്ഞെടുപ്പ് തോൽവിയുടെ വിലയിരുത്തൽ ഇടതുമുന്നണി യോഗത്തിലുണ്ടായില്ല. ഓരോ ഘടകകക്ഷികളും തോൽവി പ്രത്യേകം പഠിച്ച ശേഷം ജനുവരി ആദ്യവാരം മുന്നണി യോഗം ചേർന്ന് വിശകലനം ചെയ്യും. തോൽവിയുടെ കാരണങ്ങൾ CPM സംസ്ഥാന സമിതി യോഗം ചേർന്ന് വിശകലനം ചെയ്ത ശേഷം മുന്നണി യോഗം ചേരാനാണ് ധാരണ. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്ന് 4 ദിവസത്തിന് ശേഷമാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ശേഷം ചേരുന്ന മുന്നണി യോഗത്തിൽ പ്രാഥമികമായി പോലും ചർച്ചകൾ നടന്നില്ല. ഓരോ ഘടകകക്ഷികളും ആദ്യഘട്ടത്തിൽ പ്രത്യേകം വിലയിരുത്തൽ നടത്തണം. അതിനുശേഷം ജനുവരി ആദ്യവാരം ഇടതുമുന്നണി യോഗം ചേർന്ന തെരഞ്ഞെടുപ്പ് പരാജയം ആഴത്തിൽ പഠിക്കും. മുഖ്യമന്ത്രിയാണ് ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ജനങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതികരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വിശദമായി പരിശോധിക്കാനും തെരഞ്ഞെടുപ്പിന്റെ ഫലം ആഴത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ തിരുത്തൽ വരുത്തി മുന്നോട്ട് പോവുക എന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൊതുവെ സ്വീകരിക്കുന്നത്. CPM സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ആദ്യം തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പഠിക്കും. വോട്ട് നിലയിലെ കണക്കുകൾ ഉൾപ്പെടെ പരിശോധിച്ച് പരാജയ കാരണം കണ്ടെത്തും. ഈ മാസം 28, 29 തീയതികളിലാണ് സംസ്ഥാന കമ്മിറ്റി ചേരുന്നത്. അതിനുശേഷം LDF യോഗം ചേരും. അതേസമയം കഴിഞ്ഞ ദിവസം ചേർന്ന CPM CPI നേതൃയോഗങ്ങളിൽ പരാജയ കാരണങ്ങളിൽ ഭിന്നാഭിപ്രായമാണ് ഉയർന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ പ്രചാരണം ജനവിധിയെ സ്വാധീനിച്ചിട്ടില്ല എന്നുമാണ് CPMന്റെ വിലയിരുത്തൽ. എന്നാൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് അലയടിച്ചതെന്നും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരായ വിമർശനവുമാണ് CPI നേതൃയോഗത്തിൽ ഉയർന്നത്. ഓരോ പാർട്ടിയും സ്വന്തം നിലയിൽ വിശകലനം ചെയ്ത ശേഷം പരാജയത്തെക്കുറിച്ച് പഠിച്ച് തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകാനാണ് ഇടതുമുന്നണിയിൽ തീരുമാനമായിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട UDF മുന്നണി വിപുലീകരണ ചർച്ചകൾ തുടങ്ങി. CPI UDF കൺവീനർ അടൂർ പ്രകാശ് മുന്നണിയിലേക്ക് ക്ഷണിച്ചു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് വരാമെന്ന് അടൂർ പ്രകാശ് ഡൽഹിയിൽ പറഞ്ഞു. മുന്നണി വിപുലീകരണ ചർച്ചകൾക്കായി 22-ാം തീയതി കൊച്ചിയിൽ യോഗം ചേരുമെന്നും അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകളുടെ കണക്കിൽ 80 മണ്ഡലങ്ങളിൽ UDFന് മുൻതൂക്കമുണ്ട്. എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ LDF നില മെച്ചപ്പെടുത്തിയ സാഹചര്യത്തിൽ മുന്നണി വിപുലീകരിക്കുകയാണ് UDF ലക്ഷ്യം. കേരള കോൺഗ്രസ് CPI പാർട്ടികളെ ലക്ഷ്യമിട്ടാണ് UDFന്റെ നീക്കങ്ങൾ അത്രയും. തൽക്കാലം മുന്നണി വിടേണ്ട സാഹചര്യമില്ലെന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗം ആവർത്തിക്കുന്നുണ്ടെങ്കിലും ആ പാർട്ടിക്കുള്ളിലെ അസംതൃപ്തരെ കൂടെ കൂട്ടുകയാണ് UDF ലക്ഷ്യം. CPIക്കും മുന്നണിയിലേക്ക് ക്ഷണമുണ്ട്. CPIയിലെ ഒരു കുറേ ആളുകൾ അവർ പുനർചിന്തനം നടത്തി പലയിടങ്ങളിലും ഞങ്ങളോടൊപ്പം കടന്നു വരാനുള്ള അവസരം അവരൊരുക്കി. ആ ഒരുക്കിയതനുസരിച്ച് പലയിടങ്ങളിലും പല പഞ്ചായത്തുകളും തിരിച്ചുപിടിക്കുവാനുള്ള അവസരവും മറ്റും ഉണ്ടാക്കിയെടുക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവരെ നേരത്തെ തന്നെ സ്വാഗതം ചെയ്താണ് KPCCയിൽ തന്നെ. മുന്നണി വിപുലീകരണ ചർച്ചകൾക്കായി 22-ാം തീയതി കൊച്ചിയിൽ UDF നേതൃയോഗം ചേരും. കൂട്ടായ തീരുമാനമെടുക്കുമെന്ന് അടൂർ പ്രകാശ് അറിയിച്ചിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യത്തിൽ ജോസഫ് വിഭാഗത്തിന്റെ എതിർപ്പ് പ്രധാന ഘടകമാണ്. നിലവിൽ UDFുമായി സഹകരിക്കുന്ന PV അൻവറിന്റെ കാര്യത്തിലും 22-ന് തീരുമാനമുണ്ടായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന കാര്യത്തിൽ പൊതുധാരണയുണ്ടാകും. ജയസാധ്യതകൾക്കനുസരിച്ച് വിട്ടുവീഴ്ചയുണ്ടാകുമെന്ന് UDF കൺവീനർ ഡൽഹിയിൽ പറഞ്ഞു. ഏതായാലും അധികാരത്തിലെത്താൻ വലിയ നീക്കങ്ങൾക്കാണ് UDF തുടക്കം കുറിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. CPMനെ പരിഹസിച്ച കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഭരണവിരുദ്ധ വികാരമില്ല എന്ന അഭിപ്രായവുമായി CPM മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് അവർ പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി വനവാസത്തിന് പോകുമെന്നും ചെന്നിത്തല പരിഹസിച്ചു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPMന് അങ്ങനെ അഭിപ്രായം ഉള്ളത് നല്ലതാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്നുള്ള നിലയിൽ അവരങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതാണ്. നാട്ടിലെ ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് ഇപ്പോൾ CPM പറയുന്നത്. അല്ലാണ്ട് അവരുടെ തെറ്റുകൊണ്ടല്ല, ശബരിമല കാര്യങ്ങൾ കൊണ്ട് കൊള്ള കൊണ്ടല്ല, ജനങ്ങൾക്ക് തെറ്റുപറ്റിയെന്നാണ് CPMൻ്റെ ഭാഷ്യം. അതൊരു വിധത്തിൽ ഞങ്ങൾക്ക് നല്ലതാണ്. അത് കുറച്ചുകൂടെ തിരിച്ചടി അവർക്ക് കിട്ടാൻ സഹായകമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കണ്ണ് തുറന്ന് കാര്യങ്ങൾ കാണാൻ തയ്യാറാകാത്ത ഏകാധിപത്യത്തിൻ്റെ പാതയിലാണ് CPM മുന്നോട്ട് പോകുന്നത്.
കൊച്ചി കലൂരിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടിയതിനെ തുടർന്ന് തടസ്സപ്പെട്ട ജലവിതരണം ഉടൻ പുനരാരംഭിക്കും. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിഷയം ചർച്ച ചെയ്തു. മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തൽക്കാലം സ്റ്റോപ്പ് മെമ്മോ നൽകേണ്ടതില്ല എന്നും യോഗം തീരുമാനിച്ചു. കൊച്ചി കലൂരിൽ മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള പൈലിംഗ് ജോലികൾക്കിടെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് ലൈൻ പൊട്ടി ജലവിതരണം തടസ്സപ്പെട്ടതിനെതിരെ ഇന്നലെ രാത്രി റോഡ് ഉപരോധിച്ച് ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു. ഇതേ തുടർന്നാണ് കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്ന് യോഗം ചേർന്നത്. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കലൂർ, പാലാരിവട്ടം, തമ്മനം, ഇടപ്പള്ളി, എളമക്കര തുടങ്ങിയ പ്രദേശങ്ങളിലും ചേരനെല്ലൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലും ഉണ്ടായ കുടിവെള്ള പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് യോഗത്തിന് ശേഷം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക പറഞ്ഞു. ചേരാനെല്ലൂർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കും. മെട്രോ നിർമ്മാണത്തിൽ ജാഗ്രത പാലിക്കാൻ KMRLന് നിർദ്ദേശം നൽകിയതായും ജില്ലാ കളക്ടർ പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തൽക്കാലം സ്റ്റോപ്പ് മെമ്മോ നൽകേണ്ടതില്ലെന്നും യോഗം തീരുമാനിച്ചു. സ്റ്റോപ്പ് മെമ്മോ അങ്ങനെ നമുക്ക് പോവേണ്ട, കോർഡിനേഷനിൽ പോകുന്നത് നല്ലതാണ്. ലെറ്റ് us not stop anybody. എല്ലാം മുമ്പോട്ട് പോകട്ടെ, കോർഡിനേഷനിൽ മുമ്പോട്ട് പോകും. വി ആർ ഓൾസോ ഗോയിങ് ടു മേക്ക് എ വാട്സാപ്പ് ഗ്രൂപ്പ് സോ ദാറ്റ് എന്തെങ്കിലും സംഭവിച്ചാൽ അതിലൂടെ ഒരു ഇമ്മീഡിയറ്റ് അഡ്രസ്സൽ, ബിക്കോസ് വി കനോട്ട് കംപ്ലീറ്റ്ലി അവോയ്ഡ്, ബട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അഡ്രസ്സിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തിൽ തന്നെ ഉണ്ടായിരിക്കും. ഇന്ന് ഒരു 6 ഡിവിഷനും പിന്നെ ചേരനൂർ പഞ്ചായത്തിന് വെള്ള ടാങ്കറുകളിൽ വെള്ളം അടിക്കാനുള്ള സംവിധാനങ്ങൾ KWA പിന്നെ മെട്രോ ചെയ്യുന്നുണ്ട്. കുടിവെള്ള വിതരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങിയതായും ജില്ലാ കളക്ടർ പറഞ്ഞു. ഉമ തോമസ് MLA, സ്റ്റേഡിയം ഡിവിഷനിൽ നിന്നുള്ള നിയുക്ത കൗൺസിലർ ദീപ്തി മേരി വർഗീസ്, KMRL, വാട്ടർ അതോറിറ്റി, KSEB ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. ഇടുക്കി ബൈസൺ വാലി സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മേൽക്കൂരയോട് ചേർന്ന സീലിംഗിന്റെ ഒരു ഭാഗം അടർന്നു വീണു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ കെട്ടിടത്തിന്റെ നവീകരണ ജോലികൾ നടത്തിയത്. സീലിംഗിന് ഇളക്കം സംഭവിച്ചത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ കുട്ടികളെ ക്ലാസ് മുറിയിൽ നിന്നും മാറ്റിയിരുന്നു. ശബരിമലയിൽ ദീപാരാധന തത്സമയം.
ശബരിമല സന്നിധാനത്ത് ദീപാരാധനയുടെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. ഇനി കായിക വാർത്തകൾ. IPL താരലേലം പുരോഗമിക്കുകയാണ്. 25 കോടി 20 ലക്ഷം രൂപയ്ക്ക് കാമറൂൺ ഗ്രീൻ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലെത്തി. IPL ചരിത്രത്തിൽ വിദേശ താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ലേലത്തുകയാണ് ഇത്. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറാണ് ഗ്രീൻ. മിച്ചൽ സ്റ്റാർക്കിന്റെ പേരിലുള്ള റെക്കോർഡാണ് ഗ്രീൻ മറികടന്നത്. 18 കോടി രൂപയ്ക്ക് ശ്രീലങ്കൻ പേസർ മദീഷ പതിരണയും കൊൽക്കത്ത വിളിച്ചെടുത്തു. രവി ബിഷ്ണോയെ 7 കോടി 20 ലക്ഷം രൂപയ്ക്ക് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കി. വെങ്കടേഷ് അയ്യർ 7 കോടി രൂപയ്ക്ക് ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലുമെത്തി. ഡേവിഡ് മില്ലറെ 2 കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽ സ്വന്തമാക്കി. ഇടവേളയ്ക്ക് ശേഷം സൗത്ത് ആഫ്രിക്കൻ ഓപ്പണർ ക്വിന്റൻ ഡീകോക്കിനെ മുംബൈ ഇന്ത്യൻസ് സ്വന്തമാക്കി. 1 കോടി രൂപയ്ക്കാണ് ഡീകോക്ക് മുംബൈയിലേക്ക് തിരിച്ചെത്തിയത്. അതേസമയം സർഫ്രാസ് ഖാൻ ഉൾപ്പെടെയുള്ള താരങ്ങളെ ആരും എടുത്തില്ല. യൂത്ത് ഏകദിനത്തിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് നേട്ടവുമായി ഇന്ത്യൻ അണ്ടർ-19 താരം അഭിഗ്യാൻ കുണ്ടു. അണ്ടർ-19 ഏഷ്യ കപ്പിൽ മലേഷ്യക്കെതിരായ മത്സരത്തിലാണ് 17-കാരൻ അഭിഗ്യാന്റെ റെക്കോർഡ് പ്രകടനം. ഇതോടൊപ്പം യൂത്ത് ഏകദിനത്തിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡും അഭിഗ്യാൻ സ്വന്തം പേരിലാക്കി. 14-കാരൻ വൈഭവ് സൂര്യവംശിയുടെ 171 റൺസിന്റെ റെക്കോർഡാണ് അഭിഗ്യാൻ മറികടന്നത്. 125 പന്തിൽ നിന്ന് 209 റൺസുമായി താരം പുറത്താകാതെ നിന്നു. 9 സിക്സും 17 ഫോറും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിംഗ്സ്. അഭിഗ്യാന്റെ ഇരട്ട സെഞ്ചുറി മികവിൽ മലേഷ്യക്കെതിരെ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 408 റൺസ് എന്ന കൂറ്റൻ സ്കോറും സ്വന്തമാക്കി.